ഭരണപ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൗൺസിൽ യോഗം നാളെ. ബിജെപിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാനുള്ള UDF നീക്കത്തെ LDF പിന്തുണയ്ക്കില്ല. UDFുമായി സഖ്യം വേണ്ടെന്നാണ് ഇടതു തീരുമാനം. അതേസമയം CPM നിലപാട് ബിജെപിയുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്നാണ് LDFന്റെ ആരോപണം. അവിശ്വാസ പ്രമേയ നോട്ടീസിന് 1/3 അംഗങ്ങളുടെ ഒപ്പ് വേണമെന്നാണ് നഗരസഭാ ചട്ടം. 20 അംഗങ്ങൾ മാത്രമുള്ള UDFന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന ഘട്ടത്തിലാണ് LDF പിന്തുണ പ്രതീക്ഷിച്ചത്. എന്നാൽ UDFുമായി നിലവിൽ സഖ്യത്തിനില്ലെന്നാണ് LDF തീരുമാനം. ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ കാലാവധി 6 മാസമാണ്. അപ്പോൾ ഒരു മുന്നാലോചന അല്ലെങ്കിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ ഇത് കൊണ്ടുവന്നത് BJPയെ സഹായിക്കാനാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ആ കാര്യത്തെ സംബന്ധിച്ച്, കാരണം ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഒരു സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതോടെ UDF വെട്ടിലായി. അവിശ്വാസ പ്രമേയത്തിനെതിരെയുള്ള LDF നിലപാട് LDF BJP അന്തർധാരയുടെ ഭാഗമെന്നാണ് UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥന്റെ വിമർശനം. ഇപ്പോൾ LDF റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും മേയറുടെ ഓഫീസിന്റെ വെളിയിരുന്ന് ബഹളം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങൾ സഭയ്ക്കകത്തിരുന്ന് ഓൺ റെക്കോർഡ് പറഞ്ഞ് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു അവസരമാണ് അവർ പാഴാക്കി കളയുന്നത്. VV രാജേഷിന്റെ ഓഫീസ് ഭരിക്കുന്നതും കോർപ്പറേഷൻ ഭരിക്കുന്നതും LDF അനുകൂലമായിട്ടുള്ള ആളുകളാണ്. അവർ തമ്മിൽ അന്തർധാര ഉണ്ടെന്ന് വളരെ വ്യക്തമല്ലേ. 46 ദിവസത്തിനു ശേഷമാണ് തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും കൗൺസിൽ യോഗം ചേരുന്നത്. അവിശ്വാസ നീക്കം പാളിയെങ്കിലും ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് UDFന്റെ പദ്ധതി. ബിഗ് TV തിരുവനന്തപുരം.